സുഹൃത്തുക്കളെ, വൈകുന്നേരം മുതൽ തുടങ്ങുന്ന വലവലി അവസാനിക്കുന്നത് കറക്റ്റ് ഒരു 7 മണി 6:30 സമയമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വലയാണ്. ലാസ്റ്റ് വലയിലെ ചരക്കാണ് ഇപ്പം നമ്മൾ പൊക്കിയെടുത്ത് ബോട്ടിലേക്ക് ഇടാനായിട്ട് പോണത്. ഇത് ഔട്ടർ വഴി കപ്പി വഴി ലോഡടിച്ച് മുകളിലോട്ട് കയറ്റുന്നുണ്ട്. കോടൻ്റ് നൈസായിട്ട് പൊങ്ങി വരുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് പൊട്ടിച്ചിടുമ്പോഴേ അറിയാൻ പറ്റൂ. ഇതാണ് നമ്മുടെ മെയിൻ പോസ്റ്റ്. അതിനകത്തുള്ള കപ്പി വഴിയാണ് കണക്ട് ചെയ്ത് ചരക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ആ വലിക്കുന്ന റോപ്പാണ് ചെവിട് റോപ്പ് എന്ന് പറയുന്നത്. അത് കോടൻ്റിൻ്റെ ചെവിടാണ്. ഇത് ഊരുകയറാണ് വലിക്കുന്നത്. 3 തവണ വലിച്ചാണ് ഇത് തുറക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്ത വലിയിലൂടെ ഓപ്പണായി. CF ഒക്കെ തറയിൽ വീഴുന്നുണ്ട്. ചെറിയ കിളിമീനുകളുണ്ട്, പൂലയുണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്, പിന്നെ നമ്മുടെ അഞ്ചാളയുണ്ട്. അഞ്ചാള ഇല്ലാത്ത വലയില്ല. ഏത് വല വലിച്ചാലും അഞ്ചാള ഫ്രീ ആണ്. പിന്നെ ആമഞ്ഞണ്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ആകാണ്ട് ഇതിൻ്റെ മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ കിടിലമായിട്ട് നമുക്ക് നല്ല പണി കിട്ടും. തെരണ്ടി മുള്ള് പോലെയൊക്കെ തന്നെ, അതേ സെയിം എഫക്റ്റ് തന്നെ. പുള്ളിയെ തൊടുന്നുണ്ടെങ്കിൽ പുള്ളി മുള്ള് വിരിക്കും. കാരണം എന്നാലേ നമ്മുടെ ദേഹത്ത് കൊള്ളത്തുള്ളൂ. അത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അത് ചെയ്യുന്ന പണിയാണത്. അങ്ങനെ കോടൻ്റ് വലിച്ച് നേരെ സൈഡിലോട്ടാക്കി കപ്പി അഴിച്ച് ഇതൊരു ഞണ്ട് ഓടി വരുന്നുണ്ട്. എൻ്റെ കാലിൽ കടിക്കില്ല, അത് ഉറപ്പാണ്. എന്താ വെച്ചാൽ നമ്മൾ ഞണ്ടടുത്ത് വരുമ്പോൾ കാല് മൂവ് ചെയ്താൽ മാത്രമേ അത് കടിക്കുകയുള്ളൂ. കാലനക്കാതിരുന്നാൽ കടിക്കില്ല. അത് ഞണ്ടിൻ്റെ ഒരു തിയറിയാണ്. പുള്ളി ചലിക്കുന്ന സാധനത്തിനെ പെട്ടെന്ന് കയറി കടിക്കത്തുള്ളൂ. അത് ഒഴുവൽ, ഞങ്ങളുടെ നാട്ടിൽ ഗ്രാഞ്ചിലെന്നാണ് പറയുന്നത്. ഇതാ കുപ്പി, ഇതിനകത്താണ് നമ്മുടെ കട്ടൽ ഫിഷ് മുട്ടയിടാൻ വേണ്ടി അവർ അക്കിടി എന്ന് പറയും, തൂപ്പ് അക്കിടി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ കെട്ടി താത്തിടും. എന്നിട്ട് ആ സ്ഥലം GPS-നകത്ത് നോട്ട് ചെയ്യും. എന്നിട്ട് അവിടെ പോയി ചൂണ്ടയിടും. അങ്ങനെയാണ് ഈ പേക്കണവ, അതായത് കട്ടിൽ ഫിഷിനെ പിടിക്കണത്. ഇത് വല നിറയെ ഒഴുവലാണ്. പിന്നെ എല്ലാ വലയിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് പ്ലാസ്റ്റിക്. കടൽ മൊത്തത്തിൽ അത് തന്നെയാണ്. നല്ല അടിപൊളി തെരണ്ടിയുണ്ട്. ഒരു 7-8ഓളം തെരണ്ടി കാണുന്നുണ്ട്. ഇത് നമ്മുടെ പഫർ ഫിഷാണ്, ഊത്ത എന്നാണ് ഞങ്ങൾ പറയണത്. ഇത് മുള്ളില്ല, എന്തായാലും വെള്ളത്തിൽ പോട്ടെ. ഇത് പിടയ്ക്കണത് കടിമീനാണ്. കൂടുതലും വളമാണ്, അതായത് വിറ്റാൽ വില കിട്ടാത്ത ഐറ്റമാണ് അതൊക്കെ. നല്ല സൈസ് തെരണ്ടിയാണ്. മുള്ളൊടിച്ചിട്ടില്ല, ഇനി മുള്ളൊടിക്കണം. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒന്ന് പൊക്കിയെടുത്തന്നുള്ളൂ. ഏകദേശം ഒരു 6-7 കിലോ വെയിറ്റ് ഉണ്ട്. ആൾ ജീവനുണ്ട്. വാതുറക്കണം കണ്ട. ഇത് നമ്മുടെ സിനുവാണ്. പുള്ളി ഞാൻ എൻ്റെ വാലൊടിക്കും. കാരണം വാലൊടിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും അതിൻ്റെ മുള്ളം തട്ടിയാൽ മതി, ഒരു രക്ഷയില്ല. ബോട്ടോടി കരയ്ക്ക് തന്നെ പറ്റും ആളെ കൊണ്ട്. വളരെ സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. ഗ്ലൗസ് ഇടാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു തുമ്പ് തട്ടി നമുക്കും പണി കിട്ടും. ചില തെരണ്ടിക്ക് 2 മുള്ളുണ്ടാവും, ചിലതിന് 1 ഉണ്ടാവുള്ളൂ. ഈ സൈഡിലേക്ക് ഇട്ടു. പക്ഷേ നൈസായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്ന ക്ലാത്തിയാണ്, ഉടുപ്പൂരി എന്നൊക്കെ ഞങ്ങൾ പറയും. എല്ലാം ഏകദേശം ഒരേ ടൈപ്പിലുള്ള സാധനം തന്നെ. ഏകദേശം ഒരു 5, 6, 7 കിലോ വെയിറ്റുള്ള സാധനം. ആ മുള്ളിൻ്റെ വണ്ണവും നീളവും കണ്ട, കൊണ്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഊരിയെടുത്താൽ അത്ര സ്ഥലത്ത് മാംസവും കൂടെ ആയിട്ട് തിരിച്ചു വരത്തുള്ളൂ. കാരണം ലോക്കാണ് ആ മുള്ളിൻ്റെ ഓരോ അരവും, അതായത് സൈഡ്. നല്ല വെയിറ്റ് ഉണ്ട്. പുള്ളിക്ക് പെട്ടെന്ന് പൊക്കിയെടുക്കാനായിട്ട് പറ്റണില്ല, ഇഴച്ചാണ് കൊണ്ടുവരണത്. പിന്നെ അതേപോലെ വാല് കൊണ്ട് ആട്ടിയാണ് ഇത് കുത്തുന്നത്. നമ്മുടെ നാഷണൽ ജിയോഗ്രഫിയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റീവ് ഇർവിൻ മരിച്ചതും ഈ തെരണ്ടി മുള്ളും ഉണ്ടാകും. ഇത് ചിറകടിച്ച് വളയണുണ്ട, അതാണ് അതിൻ്റെ ഒരു ആരോഗ്യം. ഇതിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് എന്നേ പറയാൻ പറ്റൂ. എന്നാലും ഇപ്പോൾ കിട്ടിയതിലേക്ക് വെച്ച്, ഞങ്ങൾക്കിപ്പോൾ ബോട്ടിൽ കിട്ടിയതിൽ വെച്ച് വലിയ തെരണ്ടി ഇത് തന്നെയാണ്. പക്ഷേ എങ്കിൽ ചൂണ്ടയിൽ കിട്ടാറുണ്ട്. ഒറ്റപ്പുറമായിട്ടൊക്കെ ചൂണ്ടയിടുമ്പോൾ വലുത് കിട്ടാറുണ്ട്. ഏകദേശം ഒരു 50-60 കിലോയൊക്കെ ഉള്ള. അതൊക്കെ ഒരു അഡാർ ഐറ്റമാണ്. അതൊക്കെ മതിപ്പ് വിലയാണ്, കിലോയ്ക്കല്ല. ഇപ്പോൾ നമുക്ക് ഹാർബറിൽ കിലോയ്ക്കാണ് വില. 240, 230 രൂപ ഒരു കിലോയ്ക്കുണ്ട്. ഞങ്ങൾ ഈ വല ഇടുമ്പോൾ ഞങ്ങൾക്കൊന്നും അധികമായിട്ടുള്ള മീനൊന്നും കിട്ടാറില്ല. ഇത് കണക്കുള്ള വേസ്റ്റും ചപ്പും ചോറും എല്ലാം പറക്കി വരുമ്പോൾ 5 വല വലിക്കും. ഒരു 7,000-8,000 രൂപയുടെ ചരക്ക് വീതം കിട്ടും. ഒരു ദിവസത്തെ വല വലിക്ക് 300 ലിറ്റർ ഡീസലാണ് കത്തുന്നത്. ഇത് 5ആളയാണ്. ഇതിൻ്റെ അടുത്തുനിന്ന് കാല് മാറ്റിയില്ലേ പണി കിട്ടും. മൂപ്പര് തെരണ്ടി ഇങ്ങനെ എടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വാല്. ഞണ്ടെല്ലാം സൈഡിൽ കിടപ്പുണ്ട്. അതെല്ലാം കോറ ഞണ്ട. ഇടയ്ക്ക് കുരിശ് ഞണ്ടും കാണും. ഈ ഷവലിൻ്റെ താഴെ കാണുന്ന കറുത്ത മീനാണ് കടിമീൻ. സംഭവം നമ്മുടെ പട്ടി കടിക്കുന്ന കണക്ക് തന്നെ, ഭയങ്കര ബൈറ്റിംഗ് പവറാണ് ആളിന്. അഞ്ചാളത് ഇതുപോലെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. പുള്ളിയുടെ അടുത്ത് ചെന്നാൽ പണി തരും.
കൂടുതലും വളമാണ് കൂട്ടുകാരെ. പിന്നെ ഒക്ടോപ്പസ് ഉണ്ട്, ഇതേ കിടന്ന് വളയണ കണ്ട. പിന്നെ ഒക്ടോപ്പസിനെ കൊണ്ടൊരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു മുള്ളോ ഒരു മുറിവോ ഉണ്ടായാൽ പുള്ളി ജീവനോടുണ്ടെങ്കിൽ അതിൻ്റെ സക്ക് ചെയ്യുന്ന ആ ഒരു പോർഷൻ എടുത്ത് ആ മുറിവിനകത്ത് വെച്ചാൽ ആ മുള്ള് കൊണ്ട് അഴുക്ക് അല്ലെങ്കിൽ ആ ഒരു വിഷമൊക്കെ ഇത് വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട്. അത്യാവശ്യം ആൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ മുള്ള് കൊള്ളുന്നെങ്കിൽ നമുക്ക് ഒരുവിധം വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. കാരണം തേടിൻ്റെ മുള്ള്, അതായത് ഏട്ടക്കുരിയുടെ മുള്ള് കൊണ്ടപ്പോൾ ഇതേ കണക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വേദനയിൽ പാതി ആശ്വാസം കിട്ടി. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അത് പഴുക്കും, നീരാവിയൊക്കെ ചെയ്യും. നീര് വെച്ച് കാല് നല്ല വീർക്കും. ഇതിപ്പോൾ സൈഡിലോട്ട് മാറ്റിയാണ് നിങ്ങൾ കാണുന്നുണ്ടാണ് വേസ്റ്റൊക്കെ. ഇത് ഞങ്ങളും ഇത് വീട്ടിലൊന്നും കൊണ്ടുപോകില്ല കേട്ടോ, കള്ളമൊന്നും പറയില്ല. ഇത് ഞങ്ങളും തിരിച്ച് കടലിൽ കളയത്തേ ഉള്ളൂ. കാരണം വെച്ചാൽ സർക്കാർ മുമ്പേ നമുക്കൊരു ബാഗ് തരുമായിരുന്നു, വലയുടെ ഒരു ചാക്ക് പോലൊരു സംഭവം തരുമായിരുന്നു. അതിനകത്ത് നമ്മളിത് വെച്ച് കരയിൽ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ മുമ്പ് പത്രത്തിലൊക്കെ വന്നായിരുന്നു, മത്സ്യത്തൊഴിലാളികൾ ടൺ കണക്കിന് പ്ലാസ്റ്റിക് കരയിലെത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വർഷത്തിന് മുമ്പ്. ഇപ്പോൾ അതൊന്നും തരുന്നില്ല. കാരണം നമുക്ക് ഗവൺമെൻറ് സിസ്റ്റം തന്നാലേ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റൂ. പിന്നെ ഈ കവറൊക്കെ ഇടുന്നത് എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ട് ഇതിനകത്തുള്ള മിസ്റ്റേക്കുകൾ. ഞങ്ങളും കവർ ഇപ്പോൾ അരിമാവ് പൊട്ടിച്ച് ആ കവർ കടലിൽ തന്നെ കളയും, കരയ്ക്ക് കൊണ്ട് വരത്തില്ല. ഞാൻ തുറന്ന് പറയുന്നേ ഉള്ളൂ. അതേ കണക്ക് തന്നെ വീട്ടമ്മമാർ കടപ്പുറത്തൊക്കെ ഉള്ളവർ അവർ വലിച്ചെറിയുന്ന പിന്നെ നമ്മുടെ ഓരോ ആറ് പുഴയെന്നൊക്കെ ഉള്ള വേസ്റ്റ് എല്ലാം വന്ന് കടലിലല്ലേ ചേരുന്നത്. അപ്പോൾ മൊത്തം ആളുകൾ ഇതിനകത്ത് ഉത്തരവാദിയാണ്, ഒരാൾ മാത്രമല്ല. ആരെ ഒന്നിച്ച് കുറ്റം പറയാനും ഇല്ല. ഇത് പിന്നെ നൈസായിട്ട് മീനൊക്കെ ഓരത്തോട്ട് വെച്ച് തരംതിരിച്ച് പറക്കാൻ തുടങ്ങുന്നുണ്ട് ആളുകൾ. ഇത് സ്രാങ്ക് കാണാൻ നിൽക്കണം, മൂപ്പര് വന്ന് ചെക്ക് ചെയ്യണം എന്തൊക്കെ മീനുണ്ട്.